എൻ്റെ പള്ളിയുടെ ഈ ആഴ്ചത്തെ യാത്ര തൊടുപുഴ കൂവപ്പള്ളി ഹോളി ഇമ്മാനുവൽ CSI ദേവാലയത്തിൻ്റെ ചരിത്രവും പുണ്യവും തേടിയാണ്. നൂറ്റമ്പത് വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും കൂടിച്ചേർന്ന് ഒരു ദേശത്തിനാകെ വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൂവപ്പള്ളി ഹോളി ഇമ്മാനുവൽ CSI ദേവാലയം. ാണ് ഇവിടെ ആദ്യ ദേവാലയം സ്ഥാപിക്കുന്നത്. റവറൻ ഹെൻറി ബേക്കർ ജൂനിയറാണ് അതിന് കാരണമായത്. ഈ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശം തീർത്തും അവികസിതമായിരുന്നു. വനപ്രദേശമായിരുന്ന ഇവിടെ ആദിവാസികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടേക്ക് എത്തുന്നതിനായി റോഡോ മറ്റു യാത്രാ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ആനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യവും വളരെ രൂക്ഷമായിരുന്നു. എഴുത്തും വായനയും അറിയാതിരുന്ന ഇവിടുത്തെ പൂർവികർ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയമായിരുന്നു. കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. സമീപ പ്രദേശങ്ങളിൽ നിന്നും കച്ചവടക്കാർ ഇവിടെയെത്തി സാധനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും കാർഷികോൽപ്പന്നങ്ങളുടെ വിറ്റുവരവിൽ ചൂഷണം ചെയ്യുകയും പതിവായിരുന്നു. രാജഭരണകാലത്ത് വനസമ്പത്ത് കൊട്ടാരത്തിലെത്തിക്കുന്നതിനും ഇവരെ ഉപയോഗിച്ചു. ചൂഷണങ്ങളാൽ പൊറുതിമുട്ടിയിരുന്ന സമയത്താണ് എരുമാപ്രയിൽ നിന്നും എത്തിയവർ ഹെൻറി ബേക്കറിനെ കുറിച്ച് പറയുകയും തുടർന്ന് ഇവിടെ സ്കൂൾ സ്ഥാപിക്കുകയും വിദ്യാഭ്യാസപരമായി വളർച്ച നേടുകയും ജനങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് തിരിഞ്ഞ് ഒരു സമൂഹമായി മാറുകയും ആദ്യ ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തു. ആദിവാസികൾ പാർത്തിരുന്ന ഈ പ്രദേശം വനനിബിഡമായിരുന്നു. യാത്രാ സൗകര്യങ്ങളോ മറ്റു യാതൊന്നും ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. കാട്ടാനകളും കാട്ടുപന്നികളും ദുഷ്ടമൃഗങ്ങളിലും നിറയപ്പെട്ടതായിട്ടുള്ള ഈ ഭൂപ്രദേശത്ത് ഈ ആദിവാസി ജനങ്ങളുടെ ജീവിത ഉപാധിയായി കരകൾ നെൽകൃഷി ചെയ്തും മറ്റനുബന്ധമായ കൃഷികൾ ചെയ്തും അവർ അവരുടെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു. കാട്ടുമൃഗങ്ങളിൽ നിന്നൊക്കെയും അവർക്ക് രക്ഷ നേടുന്നതിനായി രാത്രികാലങ്ങളിൽ വലിയ തീകൾ കൂട്ടി ദുഷ്ടമൃഗങ്ങളെ നിന്ന് സംരക്ഷണം ലഭിക്കുകയും അങ്ങനെ വളരെ പ്രകൃതിയോടും കാട്ടുമൃഗങ്ങളോടും മല്ലിട്ട് കഴിയുന്ന കാലഘട്ടം. സമീപ പ്രദേശത്തുള്ള ബിസിനസ്സുകാർ ഇവർക്ക് ആവശ്യമുള്ളതായ മത്സ്യങ്ങൾ തുണിത്തരങ്ങളൊക്കെയും കൊടുക്കുന്നതിനായി ബിസിനസ്സിനായി കടന്നു വരികയും ഇവർക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സാധനങ്ങൾ നിർബന്ധിച്ച് അവരെ കൊടുക്കുകയും അവരിൽ നിന്ന് അത് കടമായി വാങ്ങി തിരികെ അവർ കൃഷി ചെയ്തു കഴിയുമ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുകയും ചെയ്യുക പതിവായിരുന്നു. എഴുത്തും വായനയും ഒന്നും അറിഞ്ഞുകൂടാതിരുന്ന ഈ ജനത്തിന് ഈ ബിസിനസ്സുകാരിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള ചൂഷണം അതിഭയങ്കരമായിരുന്നു. രാജീയ ഭരണം നടക്കുന്നത് കൊണ്ട് രാജാക്കന്മാരുടെ അനുയായികളാലും പീഡിപ്പിക്കപ്പെട്ട് രാജകൊട്ടാരത്തിലേക്കും ആവശ്യമുള്ള സാധനങ്ങൾ ഒരു വിലയും കൂടാതെ തേനും വയമ്പും അതുപോലുള്ളതായ വനവിഭവങ്ങളൊക്കെയും ധാരാളമായി എത്തിച്ചു കൊടുക്കേണ്ടതായ ചുമതലയും അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ ചൂഷണത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള പാതയിലൂടെ അവർ കടന്നു പോകുമ്പോൾ ഇരുമാപ്രയിൽ നിന്ന് ഇവിടെ വന്ന ആളുകൾ ഹെൻറി ബേക്കർ സാഹിബിനെ കുറിച്ച് കേൾക്കുകയും അദ്ദേഹം സ്കൂളുകൾ പണിയുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഇവിടുത്തെ ആളുകൾ സഞ്ചാരികളായി വന്ന ഉപദേശിമാരോട്
ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട റവറൻ ഹെൻറി ബേക്കർ യൂനിയർ സാഹിബും വെനറബിൾ ആർച്ച് ബിഷപ്പ് കെയ്ലി സാഹിബും ഈ പ്രദേശത്ത് കടന്നു വരികയും ആദ്യമായി അവർ 9 ആദിവാസികളെ സ്നാനപ്പെടുത്തി ഇവിടെ ഒരു പ്രാദേശിക പഠന സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു. VPS എന്നാണ് അതിൻ്റെ അറിയപ്പെട്ടിരുന്നത്. ആ സ്കൂള് അവിടെ സ്ഥാപിക്കുകയും അവിടെ അക്ഷരങ്ങൾ പഠിപ്പിക്കാനായി, പ്രാദേശിക പഠിപ്പിക്കാനായി, ഭാഷകൾ പഠിപ്പിക്കാനായി ആശാന്മാരെ നിയമിക്കുകയും ചെയ്തു. ആ കാലഘട്ടം തന്നെ 1872 തന്നെ ഇവിടെ ഒരു ദേവാലയം പണിയുകയും ഇവിടുത്തെ ആരാധന ആരംഭിക്കുകയും ചെയ്തു. പരിമിതമായ സാഹചര്യങ്ങളാൽ കാട്ടുകമ്പുകളും കല്ലും ഉപയോഗിച്ചായിരുന്നു ആദ്യ ദേവാലയം ഇവിടെ സ്ഥാപിച്ചത്. വിശ്വാസികളുടെ അകമഴിഞ്ഞ സഹകരണത്താലാണ് ഇന്നു കാണുന്ന ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത്. ആദ്യത്തെ ദേവാലയം ഇവിടുത്തെ ജനങ്ങൾ, പാവപ്പെട്ടവരായ ജനങ്ങൾ അവരുടെ ശ്രമഫലമായി കാട്ടുകമ്പുകളും പുല്ലും ഉപയോഗിച്ച് പണിത ഒരു ആലയമായിരുന്നു. മറ്റ് സാമ്പത്തികമായിട്ടുള്ള നിവൃത്തി അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ മാനുവൽ വർക്കിലൂടെ അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വനവിഭവങ്ങളും മൺകട്ടകളൊക്കെ ഉപയോഗിച്ച് തീർത്ത് ഒരു ദേവാലയമായിരുന്നു. തറയൊക്കെയും ചാണകം വഴിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ജനം വളർന്നു വലുതായി കുറേ കൂടെ മനോഹരമായിട്ടുള്ളൊരു ദേവാലയം ഇവിടെ ഉണ്ടായി. അതേതാണ്ട് ഇത് മനോഹരം തന്നെ ആയിരുന്നു, കുറേ കൂടെ ബലവത്തായിരുന്നു. അന്ന് ഇവിടെ വണ്ടി വാഹനങ്ങളൊന്നും എത്തുകയില്ലായിരുന്നു. കാഞ്ഞാറ് എന്ന സ്ഥലത്ത് നിന്ന് തലച്ചുമടായിട്ട് ആളുകൾ സാധനങ്ങൾ ചുമന്നു കൊണ്ടുവന്നു. കക്കകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നീറ്റിയെടുത്ത് കക്കായും അത് ചുണ്ണാമ്പാക്കി കുമ്മായമാക്കി മണ്ണും ഒക്കെ ചേർത്ത് ഇടിച്ച് പശ വരുത്തി അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ബലവത്തായിട്ടുള്ള ഒരു ദേവാലയം പണി കഴിക്കുവാനായിട്ട് കഴിഞ്ഞു. എങ്കിലും അത് കുറേ വർഷങ്ങൾ അത് ചാണകം മെഴുകി ആണ് അതിൻ്റെ തറ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ദൈവാലയം കാലപ്പഴക്കം കൊണ്ടും പ്രകൃതിക്ഷോഭം കൊണ്ടും വിള്ളലുണ്ടായി അപകടാവസ്ഥയിലായപ്പോൾ വളരെ മനോഹരമായൊരു ദൈവാലയം പണിയണമെന്ന് സഭാജനങ്ങൾ ഒന്നടങ്കം തീരുമാനിക്കുകയും സഭാമക്കളുടെ തീവ്രമായ പരിശ്രമത്താലും അതിശക്തമായ പിന്തുണയിലും സംഭാവനയിലും ഈ പള്ളി പണിയുവാനിടയായി. ഇത് ഇവിടുത്തെ സഭാമക്കളുടെ മാത്രം സംഭാവനകൾ, ശ്രമദാനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പണിയുവാൻ സാധിച്ചത്. 2013 ഈ പള്ളി പണിയുന്നതിന് വേണ്ടി ആരംഭിച്ചു. സഭാജനങ്ങൾ അവരുടെ വിഹിതം വളരെ ശക്തമായ രീതിയിൽ അവർ സമർപ്പിക്കുകയും വളരെ ഉത്സാഹത്തോടും വളരെ ത്യാഗത്തോടും കൂടി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടു. ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ ദേവാലയം പണി പൂർത്തിയാക്കുവാൻ സാധിച്ചത്. വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് ഈ സഭയിലെ ജനങ്ങൾ തന്നെ ഇതിൽ മുൻകൈയെടുക്കുകയും അതിലെ കായികമായി അധ്വാനിക്കുകയും ഈ ദേവാലയം പണി പൂർത്തിയാക്കുവാൻ സഹായിക്കുകയും ചെയ്തു. ഓരോ വീട്ടുകാരും അവരുടേതായ സംഭാവനകൾ നൽകി. അതിലുപരി അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് വലിയൊരു പങ്ക് ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി വിനിയോഗിക്കുകയുണ്ടായി.
അങ്ങനെ 2017 ജനുവരി 7-ാം തീയതി ഈ ദൈവാലയം പണി പൂർത്തിയാക്കി പ്രതിഷ്ഠിച്ച് ഇപ്പോൾ ദൈവ ആരാധന നടത്തി വരുന്നു. ഞായറാഴ്ചകളിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമാണുള്ളത്. ഉപവാസ പ്രാർത്ഥനകളിലും കൺവെൻഷനുകളിലും വീടുകളിൽ വെച്ച് നടത്തപ്പെടുന്ന പ്രാർത്ഥനയിലും ജനങ്ങൾ വിശ്വാസപൂർവ്വം പങ്കുകൊള്ളുന്നു. ഈ സഭയിൽ വെച്ച് എല്ലാ ഞായറാഴ്ചയും പൊതുവായിട്ടുള്ള പരസ്യാരാധന നടത്തി വരുന്നു. രാവിലെ 9:30 തുടങ്ങുന്ന ആരാധന 11:30 ആരാധന അവസാനിക്കുന്നു. ആരാധനയ്ക്ക് മുൻപായി രാവിലെ 8 മണിക്ക് സൺഡേ സ്കൂൾ നടത്തപ്പെടുന്നു. സൺഡേ സ്കൂളും ആരാധനയും കഴിഞ്ഞ ശേഷം സംഘടനകളുടെ മീറ്റിങ്ങുകൾ പതിവായി പള്ളിയിലും പാരിഷ് ഹാളിലുമായി നടത്തപ്പെടുന്നു. അപ്പോൾ പൊതു ആരാധന കൂടാതെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയും എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം കൂട്ടായ്മ യോഗങ്ങളും നിരന്തരമായി ഇവിടെ നടത്തപ്പെടുന്നു. പ്രത്യേക സന്ദർഭങ്ങളിൽ സഭ 2-3 ദിവസക്കാലം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നോമ്പിൻ്റെ പ്രാർത്ഥനകൾ പ്രധാനപ്പെട്ട 2 നോമ്പുകളാണുള്ളത്. 25 നോമ്പ് എന്ന് പറയുന്ന ക്രിസ്മസ് കാലഘട്ടത്തോടനുബന്ധിച്ചുള്ള നോമ്പുകൾ, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വലിയ നോമ്പ് 50 നോമ്പ് പ്രാർത്ഥനകൾ, അത് മുടക്കം കൂടാതെ എല്ലാ വർഷവും നടത്തി വരുന്നു. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ 10 ദിവസം രാവിലെയും വൈകുന്നേരവും പള്ളിയിൽ ആരാധനകളുണ്ട്. ഈ ആരാധനകളിൽ സഭയിലെ സംഘടനകൾ, ദൈവവചനം പറയുവാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ ഒക്കെ രാവിലെയും വൈകുന്നേരമുള്ള സമയങ്ങളിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുകയുണ്ട്. ഇടവക ദിനപ്പെരുന്നാളും മറ്റ് ആഘോഷ പരിപാടികളും നാടിന്റെ തന്നെ ആഘോഷമായി ഇവിടെ മാറുന്നു. ഞങ്ങളുടെ ഈ പള്ളിയിൽ ഞങ്ങൾ 3 പെരുന്നാളുകളാണ് ഞങ്ങൾ ആചരിക്കാറുള്ളത്. കാർഷിക വിളകളുടെ ആദ്യ ഫലമായി ലഭിക്കുന്ന വിളകൾ സ്വരൂപിച്ച് ഒരു ആദ്യഫല പെരുന്നാൾ ഞങ്ങൾ നടത്താറുണ്ട്. എല്ലാ വർഷവും ഈ ഏതാണ്ട് ഒക്ടോബർ മാസത്തിൽ തന്നെ ഈ വിളകൾ സ്വരൂപിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ദൈവത്തിന് കാഴ്ചകൾ സമർപ്പിച്ച് ദൈവത്തോട് നന്ദി കരയേറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ആദ്യഫല പെരുന്നാൾ. രണ്ടാമത് സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു മിഷണറി പെരുന്നാൾ ഞങ്ങൾ നടത്താറുണ്ട്. ഈ മിഷണറി പെരുന്നാളിൽ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ സഹായിച്ചിട്ടുള്ള സഹോദരന്മാരെയോ ഉപദേശിമാരെയോ പ്രവർത്തകരെയോ ഞങ്ങൾ വിളിച്ച് അവരിൽ നിന്നുള്ള ഒരു ശുശ്രൂഷകരായി അതിഥികളായിട്ട് ഇവിടെ എത്തിച്ചേരുകയും അവരിൽ നിന്നുള്ള വാക്കുകൾ ഞങ്ങൾക്ക് പ്രചോദനം നൽകുകയും അങ്ങനെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ ഈ പെരുന്നാളിൻ്റെ പെരുന്നാളിൻ്റെ വരുമാനങ്ങൾ ഞങ്ങൾ വിനിയോഗിക്കുകയും അങ്ങനെ സുവിശേഷപരമായ ഒരു
ഒരു പെരുന്നാൾ ഞങ്ങൾ മിഷണറി പെരുന്നാൾ എന്നുള്ള പേരിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് പള്ളിയുടെ പ്രതിഷ്ഠാദിനമായ ജനുവരി 6-ാം തീയതി ഒരു പെരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇത് വളരെ ആഘോഷപരമായിട്ട് വളരെയധികം സന്തോഷകരമായിട്ട് ആചരിക്കുന്ന ഒരു പെരുന്നാളാണ്. കൂവപ്പള്ളി ഹോളി ഇമ്മാനുവൽ CSI ദേവാലയത്തിലെ ആത്മീയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വളരെ സ്തുത്യർഹമാണ്. കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ സൺഡേ സ്കൂൾ ഇവിടെ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വർഷം 40 കുട്ടികളോളം പഠിച്ചു വരുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിക്കാണ് സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്. രാവിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും പ്രാർത്ഥനയോടുകൂടി ആരാധന ആരംഭിക്കുന്നു. അതിനുശേഷം ഓരോ അധ്യാപകരും ഓരോ ഞായറാഴ്ചയും മാറി മാറി വാക്യവും കഥയും കുട്ടികളെ പഠിപ്പിക്കുന്നു. അതിനുശേഷം കുട്ടികളുടെ പ്രായവ്യത്യാസം അനുസരിച്ച് ഓരോ ക്ലാസ്സുകളിലായി നഴ്സറി, ശിശുവകുപ്പ്, ബാലവകുപ്പ്, കുമാരവകുപ്പ്, മധ്യവകുപ്പ്, ജ്യേഷ്ഠവകുപ്പ് ഇങ്ങനെ പല ക്ലാസ്സുകളിലായി തരംതിരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഏതാണ്ട് ഒരു 3 വയസ്സ് മുതൽ കുട്ടികൾ സൺഡേ സ്കൂളിൽ പഠിച്ചു വരുന്നു. ഒരു 14-15 വയസ്സ് ആകുമ്പോഴത്തേക്ക് സ്ഥിരീകരണത്തിന് കുട്ടികളെ പ്രാപ്തരാക്കി തീർക്കുന്നു. അങ്ങനെ കുട്ടികൾ സഭയുടെ ഒരു മുതൽക്കൂട്ടായി തീരുവാൻ സൺഡേ സ്കൂളിന് വളരെയധികം പ്രവർത്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ സ്തുത്യർഹമാണ്. സഭയുടെ ആരംഭകാലം മുതൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സയ്യൻസഖ്യം. എല്ലാ ഞായറാഴ്ചയും പള്ളിയാരാധനയ്ക്ക് ശേഷം കൊച്ചമ്മമാരുടെ പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടാറുണ്ട്. പാട്ട്, പ്രാർത്ഥന, ബൈബിൾ ക്വിസ്, ബൈബിൾ സ്റ്റഡി എന്നിവ ഇങ്ങനെ മാറി മാറി ഓരോ ഞായറാഴ്ചയും നടത്താറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഈ സ്തോത്രാഴ്ച എടുക്കാറുണ്ട്. അതിന് ഉപരിയായിട്ട് ഞങ്ങൾ ഭവന സന്ദർശനം നടത്തും. രോഗികളുള്ള വീട്ടിൽ പോകും, പ്രാർത്ഥിക്കും. അവർക്ക് ചില ചികിത്സാ സഹായങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ കൊച്ചമ്മമാരാണ് ഞങ്ങളുടെ ലീഡറായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പലവിധമായ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സഭയിലുണ്ട്. സഭയിലെ ഒരു ഉന്നതമായൊരു സംഘടനയാണ് സയ്യൻസഖ്യം. അതുകൊണ്ട് ഞങ്ങൾ ഈ പള്ളിയുടെ സഭാസംബന്ധമായ എല്ലാ പൊതുപ്പണിയിലുമൊക്കെ ഞങ്ങൾ സഹകരിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു 18 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള എല്ലാ സ്ത്രീജനങ്ങളും ഞങ്ങളുടെ യൂണിറ്റിൻ്റെ മെമ്പേഴ്സാണ്. അത് 25 രൂപ വെച്ച് ഞങ്ങൾ മെമ്പർഷിപ്പ് മേടിച്ച് അവരെ ഞങ്ങളുടെ യൂണിറ്റിലേക്ക് നയിക്കുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഈ പെരുന്നാളുകൾ ഞങ്ങൾ നടത്തും. പെരുന്നാളുകൾ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ആദായം മുഴുവനും ഞങ്ങൾ പൂവർ ഫണ്ടിലാണ് ഇടുന്നത്. അത് സുവിശേഷ വേലയ്ക്കും രോഗികൾക്ക് അങ്ങനെ ഞങ്ങൾ വീതിച്ച് കൊടുക്കാറുണ്ട്. അത് ഞങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് സെപ്പറേറ്റായിട്ട് അത് ബാങ്കിൽ നിക്ഷേപിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് അത് ചെയ്യാറുണ്ട്. പിന്നെ മാർച്ച് 1-ാം വെള്ളിയാഴ്ച അഖില ലോക പ്രാർത്ഥനാ ദിനമായിട്ട് ഞങ്ങൾ സയ്യൻസഖ്യം ആഘോഷിക്കാറുണ്ട്. മാർച്ച് 1-ാം ഞായർ ഞങ്ങൾ സയ്യൻസഖ്യ ഞായറാണ്. അന്നത്തെ പള്ളിയിലെ എല്ലാ ആരാധനകളും സയ്യൻസഖ്യത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുകയും സ്ത്രീജനങ്ങൾ എങ്ങനെയാണെന്ന് പ്രസംഗിക്കുന്നത്, ആരാധനയിലെ എല്ലാ പങ്കാളിത്തവും അന്ന് സയ്യൻസഖ്യത്തിനുള്ളതാണ്.
പോഷക സംഘടനകൾ ഈ ദേവാലയത്തിന് ആത്മീയവും ഭൗതികവുമായുള്ള പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്നു. ഈ സഭയുടെ പ്രവർത്തനത്തിൽ ശക്തമായ ഒരു മുന്നേറ്റത്തിന് സഹായകരമായിരിക്കുന്ന ഒരു പ്രധാന ഘടകം പ്രാർത്ഥന എന്നുള്ളതാണ്. അത് ഇവിടെ വിജയകരമായി നടക്കുവാനായിട്ട് സ്വർഗസ്ഥനായ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും 10 മണി മുതലുള്ള 1 മണി വരെയുള്ള സമയത്ത് ഉപവാസ പ്രാർത്ഥനകൾ ഇവിടെ നടക്കാറുണ്ട്. ആളുകൾ വരികയും പ്രാർത്ഥനയെ സഹകരിക്കുകയും പല വിധത്തിലുള്ള രോഗത്തിലും പ്രയാസങ്ങളിലും മാനസികമായ അസ്വസ്ഥതകളിലും ഒക്കെ കഴിഞ്ഞു വിടുന്നതായിട്ടുള്ള ആളുകളാണ് കടന്നു വരുന്നത്. അവരുടെ മാനസികമായ വൈഷമ്യങ്ങൾക്ക് ഒരാശ്വാസം കണ്ടെത്തുവാനും അവരുടെ രോഗങ്ങൾക്ക് ഒരാശ്വാസം പ്രാപിക്കുവാനും പ്രാർത്ഥന മൂലം വളരെ സഹായകരമായി തീരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. പലപ്പോഴും പല വിധത്തിലുള്ള മാനസികമായ നൊമ്പരങ്ങളിലും വേദനകളിലും ഒക്കെ കഴിഞ്ഞു പോകുന്നവർ, സാമ്പത്തികമായ കടഭാരങ്ങളിലും ഒക്കെ കഴിഞ്ഞു കൂടുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വിടുതലും ആശ്വാസം കണ്ടെത്തുവാനായിട്ട് ഈ പ്രാർത്ഥന മുഖാന്തരമായി തീരാറുണ്ട്. അതുകൊണ്ട് ആളുകളൊക്കെയും അതിനുവേണ്ടി കടന്നു വരുന്നുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ കടന്നു വരുമ്പോൾ അവിടെ മാനസികമായ നൊമ്പരങ്ങൾ പങ്കുവയ്ക്കുവാനും അവർക്ക് കൗൺസിലിംഗ് നടത്തുവാനും ഇടയായിത്തീരുന്നുണ്ട്. അതും വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. കമ്മിറ്റിയിൽ 13 പേരാണ് പൊതുവായിട്ട് ഉള്ളത്. അച്ഛൻ്റെ നേതൃത്വത്തിലാണ് കമ്മിറ്റി കൂടാറുള്ളത്. 2 കൈക്കാരന്മാർ, അതുപോലെ കൗൺസിൽ അംഗങ്ങൾ, കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും രാവിലെ ആരാധനയ്ക്ക് ശേഷമാണ് കമ്മിറ്റി കൂടുന്നത്. അതായത് 12 മണിയോടുകൂടി കമ്മിറ്റി ആരംഭിക്കും. കമ്മിറ്റിയിൽ സഭയുടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. അതായത് സാമ്പത്തികമായും ആത്മീയമായും എല്ലാ കാര്യങ്ങളിലും പൊതുവായ ചർച്ചയിലൂടെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. കൂവപ്പള്ളി ഹോളി ഇമ്മാനുവൽ CSI ദേവാലയം 1.5 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നാടിനേറെ അഭിമാനമാകുന്നു. ഒരു ദേവാലയം കുടികൊള്ളുന്ന പ്രദേശത്ത് ആത്മീയവും വിദ്യാഭ്യാസപരവും ഭൗതികവുമായ വെളിച്ചമുണ്ടാകുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ ദേവാലയം. ആയിരത്തി 1872 സ്ഥാപിതമായ സഭ കഴിഞ്ഞ 147 വർഷമായി വളരെയധികം വളർന്ന് ഉയർന്നിട്ടുണ്ട്. ഈ സമൂഹത്തിന് ഈ സഭ ഒരു ശക്തമായിട്ടുള്ള സ്വാധീനമായിരുന്നു, നേതൃത്വമായിരുന്നു. സഭ നടത്തപ്പെടുന്നതായിട്ടുള്ള സ്കൂൾ മുഖാന്തരം ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വളരെ കുറഞ്ഞ ചെലവിൽ വിദ്യാഭ്യാസം നടത്തുവാനും അത് മുഖാന്തരം ദേശത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ലഭിക്കുവാനും സമൂഹത്തിൽ ശക്തമായ സ്വാധീനം വരുത്തുവാനും ഈ സഭയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ പരിരക്ഷണ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക മുന്നേറ്റ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലും കാർഷിക മേഖലകളിലും ഒക്കെ സഭയുടെ ശ്രദ്ധ യഥാകാലവും ഭംഗിയായി ചെയ്യുവാനായി കഴിഞ്ഞിട്ടുണ്ട്. സഭ നടത്തപ്പെടുന്ന പെരുന്നാളുകൾ, കാർഷികമായിട്ട് ഉത്സവങ്ങളൊക്കെയും കൃഷി കാര്യങ്ങളിൽ ജനങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നൽകിയിട്ടുള്ളത്. സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്കും അതുപോലെ ഭവന നിർമ്മാണത്തിലും ശുചീകരണത്തിലും ജീവിതത്തിന് നാനാവിധമായിട്ടുള്ള വളർച്ചാ മേഖലകളിൽ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഈ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സഭയുടെ അച്ചടക്കവും
ക്രിസ്തീയ മൂല്യങ്ങളെ മുറുകെ പിടിച്ചിട്ടുള്ളതായ ജീവിതവും ഈ സമൂഹത്തിന് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനിയും ഈ സഭ വളർന്ന് ഈ സമൂഹത്തിന് കൂടുതൽ കരുത്തേകുവാനും ഒരു നല്ല സമൂഹമായി പടുത്തുയർത്തുവാനും നിലനിൽക്കുവാനും സർവശക്തനായ ദൈവം ഈ സഭയ്ക്ക് സഹായിക്കട്ടെ. വർഷങ്ങളുടെ ചരിത്രമുറങ്ങുന്ന കൂവപ്പള്ളി ഹോളി മാനുവൽ CSI ദേവാലയം അകമഴിഞ്ഞ ദൈവകൃപയാലും വിശ്വാസികളുടെ സാഹോദര്യ സ്നേഹത്താലും നാടിന് നന്മയായും ദേശത്തിന് വിളക്കായും ഇവിടെ പ്രശോഭിച്ച് നിലകൊള്ളുന്നു. എൻ്റെ പള്ളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.